വന്നിട്ടുള്ളത് ഒരു തായ്ലൻഡ് സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ ഉള്ള മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം മാങ്ങാക്കാലാണ്, മാങ്ങ കഴിഞ്ഞു തുടങ്ങാറായപ്പോഴേക്കും ഞാൻ കുറേ നാളെ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ, നമുക്ക് മെയിൻ വേണ്ടത് തേങ്ങാപ്പാൽ, 3 ഐറ്റംസാണ്. ഈ അരി എടുത്തിട്ട് ആദ്യം നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. വെള്ളത്തിലൊരു കുറച്ച് സമയം, ഒരു അരമണിക്കൂറേയും കുതിർത്ത് വെക്കാം. അത് പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ. അവരൊക്കെ സാധാരണ ടിൻ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്, നമ്മളിത് ഫ്രഷ് തന്നെയാണ്. അപ്പോൾ നല്ല കട്ടിയിൽ ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് മതി. ആദ്യം നമുക്ക് ഈ റൈസ് അരമണിക്കൂർ കുതിർത്തത് നിറയെ വെള്ളം ഒഴിച്ച് വേവിച്ച് വെക്കാം. ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല സോഫ്റ്റാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. നല്ല മധുരമുള്ള നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ് ഇതിന് എടുക്കേണ്ടത് കേട്ടോ, എന്നെങ്കിലേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. റൈസ് ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, അത്യാവശ്യം വെന്ത് കാണും കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതെല്ലാം നന്നായിട്ട് അബ്സോർബ് ആവും കേട്ടോ. എത്ര ഒഴിച്ച് കൊടുത്താലും കാണാം കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വലിച്ചെടുക്കുക. ആദ്യം നമുക്കിതുപോലെ ഒരു കഞ്ഞി പോലെയൊക്കെ ലൂസായിട്ട് തോന്നുമെങ്കിലും അത് ആ റൈസ് നന്നായിട്ട് അബ്സോർബ് ആവും. ഉണ്ടോ, ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല വലിച്ചെടുത്ത്, അപ്പം നല്ല തേങ്ങാപ്പാലൊക്കെ റൈസിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ബാക്കിയുള്ളത് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി ഈ കോൺഫ്ലോർ കലക്കിയെടുത്ത തേങ്ങാപ്പാൽ ഒന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. കുറച്ച് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേശം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തുള്ളത്. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്ന് സ്വല്പം കുറച്ചതാണ്. അത്യാവശ്യം നല്ല മധുരം ചേർക്കണം കേട്ടോ. പക്ഷേ ഞാൻ സ്വല്പം ഒന്ന് കുറച്ചെന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഷുഗറൊന്നും പ്രശ്നമില്ലെങ്കിൽ കുറച്ചും കൂടെ മധുരം ആഡ് ചെയ്യുക എക്സ്ട്രാ. എന്നിട്ട് ഇത് നല്ല ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. അതും നാരില്ലാത്ത മാങ്ങ നോക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നല്ല മധുരമുള്ള, അധികം നാരൊന്നും ഇല്ലാത്ത മാങ്ങ എടുത്താലാണ് രുചി ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് പിന്നെ തായ്ലൻഡിൻ്റെ മാങ്ങയും പിന്നെ അൽഫോൺസ അതുപോലത്തെ നല്ല മധുരമുള്ള നാരില്ലാത്ത മാങ്ങയാണ് ടേസ്റ്റ്. ഇതും നല്ലൊരു മാങ്ങയാണ്, നമ്മളെ വീട്ടിൽ പറമ്പിലുണ്ടായൊരു മാങ്ങയാണ്. പക്ഷെ ഒട്ടും നാരില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മാങ്ങ സീസണാണ്, അപ്പോൾ ആ സമയത്ത് ഇത് ഉണ്ടാക്കി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ഹെൽത്തി അല്ലേ, തേങ്ങാപ്പാലും മാങ്ങയും റൈസും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഈ 3 ഇൻഗ്രീഡിയൻസ്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ നമുക്കൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. പിന്നെ ഈ മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായിക്കോളന്നില്ല, എൻ്റെ ഒരു ഒപ്പീനിയന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മാങ്ങ ഇതുപോലെ സ്ലൈസാക്കി എടുക്കണം കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് ഒരു സ്റ്റിക്കി റൈസാണ്. അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തത്. അതും ഏകദേശം അതുപോലെ തന്നെയുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകുന്ന ഒരു റൈസാണല്ലോ. അതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായി. നമ്മുടെ തേങ്ങാപ്പാൽ, മാങ്ങ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനിതാ ഒരു ബൗളിലേക്ക് റൈസ് എടുത്തിട്ട് പ്ലേറ്റിൽ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാങ്ങ സീസണാണ്, മാങ്ങയൊക്കെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ കഴിയാറായി, ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇപ്പം മാങ്ങ വരുന്ന ടൈമായിട്ടുള്ളൂ. അങ്ങനെ അങ്ങനെ സ്ലൈസ് ചെയ്താൽ മാങ്ങ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലാണ് നമ്മൾ കട്ടിയായിട്ടുള്ള, നമ്മൾ കുറുക്കിയെടുത്തിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ്. പിന്നെ ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുകൂടായില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നവർ വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാരണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതെല്ലാം വേസ്റ്റ് ആയി പോകും.
അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് മുമ്പ് വാങ്ങി കഴിക്കുമ്പോഴും ഡിഫറെൻ്റ് ഒപ്പീനിയൻ കേട്ടോ. ചിലവർക്ക് ഇഷ്ടപ്പെടാറുണ്ട്, ചിലവർക്ക് അത് അത്ര വലിയ ഒരു പ്രത്യേകത ഒന്നുമില്ല എന്നും പറയാറുണ്ട്. അതെന്നിട്ട് ഇതിന് മുകളിൽ ഇതാ നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മാങ്ങയും റൈസൊക്കെ പ്ലേറ്റ് ചെയ്തതിന് മുകളിൽ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ടോ പുതിയ വ്ളോഗ് എന്തെങ്കിലും ട്രാവൽ വ്ളോഗോ എന്തെങ്കിലും ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു.